ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ നിയർലി എക്സ്പയറി ആവുന്ന ബ്രെഡൊക്കെ നമ്മളെന്താ ചെയ്യുക? ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ അതെടുത്ത് നമ്മൾ വേസ്റ്റായി പോകും. അങ്ങനെയല്ല ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ ബ്രെഡൊന്നും വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ബ്രെഡ് കൊണ്ടുള്ള ഒരു പുതിയൊരു വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സൈറാസ്. നമ്മുടെ ഈ സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതെല്ലാം ചെറുതായിട്ട് കുനുകുനാന്ന് അരിയണം. ഓക്കെ. അതിനുശേഷം ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച് എല്ലാ സാധനങ്ങളും, അതായത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്കൊരു 2 മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ആ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞ് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മുട്ട ചിക്കി എടുക്കത്തില്ലേ, അതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇത് ഫുള്ളൊന്ന് ചിക്കി എടുക്കാം നമുക്ക്. അത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കാരണം ഈ ചിക്കി നന്നായിട്ട് നമുക്കിത് കിട്ടണം. ഞാൻ പറഞ്ഞത് ഇതുപോലെ ഈ ഒരു രൂപത്തിലാകുന്നവരെ നന്നായിട്ടത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതും ലോ ഫ്ലെയിമിലിട്ടാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അടി പിടിക്കും, ആകെ പ്രശ്നങ്ങൾ വരും. ഓക്കെ. ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാണ്ടിരിക്കുന്ന വല്ല ബ്രെഡ് ഉണ്ടെങ്കിൽ അതല്ല ഫ്രഷ് ബ്രെഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു 5-6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സൈഡ് നിങ്ങൾ കളയാൻ പാടില്ല കേട്ടോ. അതിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം, വേറെ എന്താ ചെയ്യണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ബ്രെഡിൻ്റെ പീസ് ഒരു ബ്ലെൻഡറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മുട്ട ചിക്കി എടുത്തതിലേക്ക് നന്നായിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച ആ ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ, അതിൽ ആദ്യം കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ആ ഉപ്പും ഈ ബ്രെഡിൻ്റെ ഇതോടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് യോജിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മൂത്ത് വരുമ്പം അടുപ്പ് ഓഫ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ ആ ബ്രെഡിൻ്റെ ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്തത് അത് നമ്മൾ കളയുന്നില്ല. അത് നമുക്കൊരു ബ്ലെൻഡറിലിട്ട് പൊടിച്ചതാ ഇതുപോലെ ബ്രെഡിൻ്റെ പൊടിയാക്കി എടുക്കാം. അപ്പം കടയിൽ നിന്നൊന്നും നമുക്ക് ബ്രെഡ് ക്രംസ് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റി വെച്ച മിക്സ്ചർ നന്നായിട്ട് കുഴച്ച് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ ആക്കി ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലും ഒന്ന് മുക്കി ഈ ബ്രെഡിൻ്റെ പൊടിയിലൂടെ നമുക്കൊന്ന് നന്നായിട്ട് മുക്കിയെടുക്കാം. അപ്പം നമ്മൾ ശരിക്കും കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ മുക്കിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ ആ മിക്സ്ചർ മൊത്തം നമുക്കൊന്ന് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ എല്ലാം നമ്മളങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ഡീപ്പ് ഫ്രൈ പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് നല്ല ഡീപ്പ് ഫ്രൈയോളം ആകുന്ന പോലെ ഒരു ബ്രൗണിഷ് കളറൊക്കെ വന്ന് നല്ല ഫ്രൈ ആകുന്നവരെ ഫ്രൈ ചെയ്ത് നമുക്കിതെല്ലാം അങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മുടെ എല്ലാ കട്ട്ലറ്റ് ഷേപ്പിലുള്ള സാധനം ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ എന്താ ഉണ്ടാക്കിയെന്ന്. അങ്ങനെ ബ്രെഡും മുട്ടയും കൊണ്ടൊരു ബ്രെഡ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്തിരി വെറൈറ്റി ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. അതുപോലെ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, ബൈ.